പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിക്കാൻ മെൽബണിലെ ഹൈന്ദവ സമൂഹം ഫെഡറേഷൻ സ്ക്വയറിൽ ഒത്തുചേർന്നു. കാശ്മീരി പണ്ഡിറ്റുകൾക്കൊപ്പം ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും നേപ്പാൾ സ്വദേശികളും പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി. കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ലോകമെമ്പാടും പ്രതിഷേധം അലയടിക്കുകയാണ്. 26 പേരെ കൂട്ടക്കൊല ചെയ്ത പാക് ഭീകരവാദികൾക്ക് അവർ സങ്കല്പിക്കാത്ത ശിക്ഷ വിധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആഗോള തീവ്രവാദത്തെ അമർച്ച ചെയ്യണമെന്നും ഭീകരവാദികളെ ഒറ്റപ്പെടുത്തണമെന്നുമുള്ള വികാരം ലോകരാഷ്ട്രങ്ങളിൽ ശക്തിപ്പെടുകയാണ്. ഇതിന്റെ ഭാഗമെന്നോണമാണ് ഓസ്ട്രേലിയയിലെ മെൽബണിൽ തടിച്ചുകൂടിയവരുടെ പ്രതിഷേധത്തെ കാണേണ്ടത്. By refusing to call it terrorism, you are not only absolving the killers, but it prevents any serious reckoning with the broader forces. ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP ഓസ്ട്രേലിയ ചാപ്റ്റർ നഗരത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ ഹിന്ദു കൗൺസിലിന്റെയും HSSന്റെയും പ്രവർത്തകരും വിവിധ ക്ഷേത്രങ്ങളുടെ പ്രതിനിധികളും പങ്കെടുത്തു. ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP ഓസ്ട്രേലിയൻ ചാപ്റ്റർ പ്രസിഡന്റ് ജയ് ഷാ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സ്ക്വയറിൽ ചേർന്ന പ്രതിഷേധത്തിൽ 500ഓളം പേർ പങ്കെടുത്തു. ഓസ്ട്രേലിയയിലെ ഹൈന്ദവ സമൂഹത്തിന്റെ വേദനയും അമർഷവും ഭരണകൂടത്തെ അറിയിക്കാൻ ഒപ്പുശേഖരണവും നടത്തിയതായി ഓസ്ട്രേലിയൻ സൈന്യത്തിലെ ചപ്ലയിൻ ക്യാപ്റ്റനായ ഡോക്ടർ സ്മൃതി മുരളീകൃഷ്ണ പറഞ്ഞു. പ്രധാനമായിട്ടും ഒത്തുചേർന്നത് പഹൽഗാമിൽ നടന്ന ഈ ഒരു ഇൻസിഡന്റിനെ കണ്ടം ചെയ്യാനാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഹിന്ദുസ് പ്രോസിക്യൂട്ടഡ് ആവുന്നതിനെ പറ്റിയിട്ടുള്ള ആ ഒരു വിവരം ശ്രദ്ധയിൽപ്പെടുത്താനാണ് എല്ലാവരും ഒത്തുചേർന്നത്. വളരെ ഇമോഷണലായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ബിക്കോസ് പലരുടെയും ബന്ധുക്കൾ കശ്മീരിലുണ്ട്. അവരെല്ലാവരും ഈ ഒരു കൊലപാതകം, ടെററിസ്റ്റുകളുടെ ഈ കൊലപാതകത്തിനെ കണ്ടം ചെയ്യുന്നു. പ്രതിഷേധ സൂചകമായി കറുത്ത ബാഡ്ജ് ധരിച്ചാവും ചൊവ്വാഴ്ച ഓഫീസുകളിൽ ഹാജരാവുക. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ സർക്കാരിനും കശ്മീരിലെ ഒറ്റുകാർക്കുമെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയ പ്രതിഷേധ സമ്മേളനം ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കാനുള്ള വിളംബരവേദിയുമായി. ഇന്റർനാഷണൽ ഡെസ്ക് ജനം.